ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കറി വയ്ക്കാൻ മീനെ കിട്ടിയിട്ടില്ല. ബ്രാൽ വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമായിട്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്രാവ്, ഉണക്ക സ്രാവ് എന്ന് പറയും. ഉണക്കമീനാണ് കേട്ടോ സ്രാവ്. അതിന് നല്ല മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇതിൽ ആവശ്യമില്ലല്ലോ. ആദ്യം നമ്മൾ ഇത് വറുത്തിട്ട് ഇതൊക്കെ താളിച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ മീൻ നല്ല സ്രാവ് ഉണക്കമീൻ നല്ല വറുത്ത് വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇത് ഞാൻ കാണിക്കാട്ടാ. പിന്നെ നമ്മളിന്നൊരു സാലഡാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് വറുത്ത് ഒരു 3/4 വറുത്താൽ മതിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ സബോളൊക്കെ വഴറ്റിയിട്ട് അതിലിട്ട് വേവിക്കാം. ചെറിയ സ്രാവാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒരു നേരത്തേക്ക് മതിയില്ല. പിന്നെ ഇതൊക്കെ വഴന്ന് വരുമ്പോൾ കുറച്ചുണ്ടാവും. നമ്മൾ സാലഡ് കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ സ്രാവ് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ചധികം ഇഞ്ചി ഇട്ടിട്ട് ഞാൻ സ്രാവൊക്കെ വറുക്കുമ്പോൾ സബോള, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നല്ല വഴറ്റിയിട്ട് ഇതിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ സ്രാവ് അതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ പകുതി വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടി ഇടാം. മീനിൽ മുളക് പൊടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്, ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മീൻ ഇതിൽ വറുത്ത് വെച്ച മീനുണ്ടല്ലോ, ഉണക്ക സ്രാവ്, ഇതൊന്നതിൽ കുറച്ച് നേരം ഇതിലൊന്ന് മൊരിയട്ടെ, എല്ലാം പിടിക്കട്ടെ. അപ്പോൾ ഇതോടെ ശരിയായിട്ടുണ്ട് കേട്ടോ. നല്ല കലന്ന് ഇതാണ് ലാസ്റ്റ് ലുക്ക് കേട്ടോ. നമുക്ക് സേറുമ്പോൾ അതിലേക്കിടാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എളുപ്പത്തിലൊരു സ്രാവ് വറുത്തത്. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി. എന്നാലും ഞാനൊരു സാലഡ് യൂസ് ചെയ്യും. ശരിക്കും തൈര് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക മീനിൻ്റെ കൂടെ. എന്നാലും ഒരു നേരമല്ലേ, അപ്പോൾ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ കേട്ടോ, എല്ലാവരും ഇത് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്തോ. വളരെ ടേസ്റ്റിയാണ്. എന്താ ഉണക്കമീൻ കഷ്ണം തുണ്ട് മീനാണെങ്കിൽ പറ്റും. ഓക്കെ, ബായ്.